ഹലോ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ സ്മോൾ ഹാപ്പിനെസ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ. ഇതിവിടെ ഞാൻ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങി. ഞാനിത് ഇതേവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു മധുരക്കിഴങ്ങ് പോലെ തോന്നി വാങ്ങിച്ച് നന്നായി കഴുകി ഇതുപോലെ വെച്ചു. കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വെള്ള കളറായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് നോക്ക്, കട്ട് ചെയ്ത് നോക്കിയപ്പോഴും ഇതിൻ്റെ ഉള്ളിലും പർപ്പിൾ കളറ്. ഇത് ശരിക്കും ബീറ്റ്റൂട്ട് പോലെ തോന്നി പെട്ടെന്ന്. എന്തായാലും ഇതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വൃത്തിയായി എത്തിയ മധുരക്കിഴങ്ങുകളെ ചെണ്ടമുറിയൻ കഷ്ണങ്ങളാക്കി. ഇനി ഈ മധുരച്ചെണ്ടകളെ തിളച്ച വെള്ളത്തിലിടണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി അടച്ചു വെച്ചു. ആവിയെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങി. ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി നല്ല ഡാർക്ക് കളറായിരിക്കുന്നു. എന്തായാലും നോക്കട്ടെ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടി കിടക്കണം. തിളച്ച വെള്ളത്തിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം ഊറ്റി ഞാൻ ഓട്ടപാത്രത്തിലേക്ക് ഇട്ടു. കണ്ടോ, വെള്ളമെല്ലാം നല്ല നീല കളർ പോലെയാണ് ഒഴുകിപ്പോയത്. ഇനി ഞാനിത് തൊണ്ടെല്ലാം കളഞ്ഞ് ഈ ബൗളിലേക്ക് ഇടുകയാണ്. വെള്ളത്തിലൂടെ ഒഴുകിപ്പോയ പോഷകങ്ങൾ നികത്താൻ ഇനി ഇതിൽ പലതും ചേർക്കേണ്ടതുണ്ട്. പല പോഷകങ്ങളെ കൂടെ കൂട്ടിയാലേ രുചികരമാവൂ, ഗുണകരമാകൂ, ഭക്ഷണം സമീകൃതമാകൂ. ഒരു കഷ്ണം ഒന്ന് തിന്ന് നോക്കട്ടെ. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് മാഷ് ചെയ്യണം. മാഷ് ചെയ്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന്. വെളിച്ചെണ്ണ കട്ടയാണെങ്കിലും ഈ ചൂട് ഉള്ള മധുരക്കിഴങ്ങിലേക്ക് ചെല്ലുമ്പോൾ അതങ്ങ് മെൽറ്റായി സെറ്റായിക്കൊള്ളും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇതിലേക്ക് ഒഴിക്കണം. ഉള്ളിയുടെ കുത്തെല്ലാം പോകുന്നതിന് വേണ്ടിയാണ്. ഉള്ളിയും കാന്താരിയും തേങ്ങയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ചേർന്നപ്പോൾ ഇതിൻ്റെ പോഷകം ഇരട്ടിയായി മാറി. ഇനി ഇത് നല്ല മീൻകറിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. പർപ്പിൾ കളർ സ്വീറ്റ് പൊട്ടറ്റോ കിട്ടിയില്ലെങ്കിൽ സാധാരണ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.